നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രചാരണത്തിന്റെ ട്രാക്ക് മാറ്റാൻ ബി.ജെ.പി. സംസ്ഥാന താൽപര്യങ്ങൾക്കൊപ്പം എന്ന നിലയിൽ എന്റെ പ്രിയ കേരളം എന്ന പേരിലാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. വിദ്വേഷ പ്രചാരണങ്ങൾ തിരിച്ചടിക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കിയതിലെ ബി.ജെ.പിയുടെ ഇടപെടൽ വിശദീകരിക്കാൻ ഒരുങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖരും പാർട്ടിയും. ഐ ലവ് മൈ കേരളം എന്ന ഹാഷ്ടാഗിൽ എന്റെ പ്രിയ കേരളം എന്ന ക്യാമ്പയിനാണ് ബി.ജെ.പി. തുടങ്ങുന്നത്. എത്രയോ സർക്കാർ ഇവിടെ വന്നു, എത്രയോ സർക്കാർ ഇവിടെയും ഭരിച്ചു, സെൻട്രൽ ഗവൺമെൻറ്റായിട്ടും ഭരിച്ചു, കോൺഗ്രസും CPM-ഉം. പക്ഷെ ആരും ആ ബ്രിട്ടീഷ് പേര് കേരളം കേരളമാക്കിയില്ല. കേരള ഇതുവരെ കേരളയായിരുന്നു, ഇന്ന് നമ്മൾ കേരളമാണ്, വരാൻ പോകുന്ന ഭാവി വികസിത കേരളമാവും എന്നാണ് ഞങ്ങൾ എല്ലാവരും ഒരു താല്പര്യവും ലക്ഷ്യവും. പേരുമാറ്റത്തിലെ രാഷ്ട്രീയം മാത്രമല്ല, ബി.ജെ.പിയുടെ പ്രചാരണ ശൈലി മാറ്റത്തിന്റെ സൂചനയാണിത്. വിദ്വേഷ പ്രചാരണങ്ങൾ തിരിച്ചടിയുണ്ടാക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പിയുടെ പുതിയ നീക്കം. കേരളത്തെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുന്ന കേരള സ്റ്റോറി സിനിമയെ പരസ്യമായി പിന്തുണയ്ക്കാത്തതും ഇതിന്റെ ഭാഗമായാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം പേഴ്സണൽ പ്രിഫറൻസാണ്. ഇത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല, കാണാൻ താല്പര്യമില്ല. ഇതിനൊരു കോൺട്രവേഴ്സി ആക്കാൻ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. ഇത് ഈ നാടിൻ്റെ, ഈ രാജ്യത്തിൻ്റെ ആരാണെങ്കിലും, ഒരു മൂവി ഡയറക്ടർ തമിഴാണോ മലയാളിയാണോ ആരാണെങ്കിലും ഒരു പിക്ചർ ഉണ്ടാക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആർട്ടിക്കിൾ 19(2) വയലേറ്റ് ചെയ്തില്ലെങ്കിൽ ആ പിക്ചർ അവർക്ക് അവകാശമുണ്ട്. ജനങ്ങൾക്ക് കാണാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക, താല്പര്യമില്ലെങ്കിൽ കാണണ്ട. കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാർ ഉൾപ്പെടെ കേരളത്തിന് ഒന്നും ചെയ്തിട്ടില്ലെന്ന തുറന്നുകാട്ടലും ക്യാമ്പയിനിലൂടെ ബി.ജെ.പി. ലക്ഷ്യമിടുന്നു. മാർച്ച് 11-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ സംസ്ഥാനത്തിന് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് സംസ്ഥാന അധ്യക്ഷന്റെ മറുപടി ഇങ്ങനെ: ഗിമ്മിക്കും ചെയ്യുന്ന പാർട്ടിയല്ല, അത് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ പ്രഖ്യാപനം ആദ്യം മുതൽ പറയുന്നത് എന്താണ്, ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? വികസിത കേരളം. വികസിത കേരളം സൃഷ്ടിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും. ജനങ്ങളുടെ അവസരം തന്നാൽ ആത്മാർത്ഥമായ പ്രതിബദ്ധതയുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണശൈലി, ജനങ്ങൾക്ക് ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ അധ്വാനിക്കുന്ന രാഷ്ട്രീയക്കാർ, അതാണ് ബി.ജെ.പി. NDA ഓഫർ ചെയ്യുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.